ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഇന്ന് ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഒരു കുട്ടി വ്ളോഗായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നടന്നിട്ടാണ് പോണത്. കീശ്ശേരി പോയിട്ട് അവിടുന്ന് ഫസ്റ്റ് ബസ്സുണ്ട്, അതിന് കൊണ്ടോട്ടി പോയിട്ട് കൊണ്ടോട്ടിയിൽ നിന്ന് കോഴിക്കോട് ബസ് കയറുക ചെയ്യുന്നത്. സമയം 5:10 കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാണില്ല, ആരുമില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പോകാൻ കാരണം എനിക്ക് 7:55 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കോഴിക്കോട് എത്തണം. പക്ഷേ ആ ടൈം ആകുമ്പോൾ ഒന്നും ഞങ്ങൾ കോഴിക്കോട് എത്തുമെന്ന് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ എത്തിയാലും കൂടെയുള്ള ആൾക്കാർ അഖില, ആഷ്ലി അവർ നിർത്തലുണ്ടാവില്ല. അപ്പോൾ ഞാനിവിടുന്ന് കറക്റ്റ് ടൈമിൽ ഇറങ്ങുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ എങ്ങനെയായാലും 7:45 ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് കഴിക്കാം കേട്ടോ. കറക്റ്റ് വീട്ടിൽ നിന്ന് 5:10 ഇറങ്ങിയോണ്ട് എനിക്ക് 6:15 ഫസ്റ്റ് ബസ് കിട്ടിയിട്ടോ കൊണ്ടോട്ടിക്കില്ല. പക്ഷെ കൊണ്ടോട്ടി എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം അറിയുന്നത്, ഇന്ന് ബസ്സില്ല. മഞ്ചേരി കോഴിക്കോട് റൂട്ടിലെ ബസ്സൊക്കെ സ്ട്രൈക്കിലാണ്. പക്ഷേ ഈ കൊണ്ടോട്ടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാത്രം ബസ് പോകുന്നുണ്ട്. അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടുമ്പോഴൊക്കെ ബസ്സില്ല കേട്ടോ. എങ്ങനെയൊക്കെ എനിക്ക് ബസ്സൊക്കെ കിട്ടി. ഞാൻ കഷ്ടപ്പെട്ട് കോഴിക്കോടൊക്കെ എത്തി. കുറച്ച് ലേറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ കോഴിക്കോട് നല്ല ഉറക്കണം. ചായ കുടിക്കല്ലേ? എനിക്ക് ജ്യൂസ് മതി. കോഴിക്കോട് കുറേ സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ചായ കുടിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട് ഈ ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഞാനും സജനും അവിടെ കയറിയിട്ട് ചായയും വടയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമാണ്. പിന്നെ ഞങ്ങളെ കൂടുതലുള്ള ആൾക്കാർ പറയാൻ കുറച്ച് റേറ്റ് ആണുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ മിണ്ടി പറഞ്ഞൊക്കെ ഇരുന്ന് ചായ കുടിച്ച് പോന്നു. ബസ്സിൽ കയറിയിട്ട് കമ്മല് മാറ്റി ഇതാണ് കേട്ടോ നമ്മൾ ഒരു ബിൽഡിംഗ്. ഇതാണ് ഫസ്റ്റത്തെ ബിൽഡിങ്. സെക്കൻഡ് ബിൽഡിങ്ങിലാണ് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെ നമ്മൾ നടന്ന് അതിലോട്ട് പോവുകയാണ്. പറയുകയാണെങ്കിൽ ഞങ്ങളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നാട്ടിൽ വിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു 2 ആഴ്ചക്ക് ഒരു എക്സ്ട്രാ സ്കില്ലിൻ്റെ ക്ലാസ് ഉണ്ട് പറഞ്ഞ് വരുത്തിയത്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ഡേ ആണ് കേട്ടോ. അതിലേക്ക് എന്താണ് പറയാനുള്ളത്? അതെന്താ എനിക്കൊന്നും പറയാനില്ലാത്തത്? ചെക്കന്മാരെ കാണുമ്പോൾ ഉണ്ട് കാമുകനോട് ഫോണിൽ ചെസ് കളിക്കൊണ്ട് വരുന്നു. സെലിബ്രിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന അപ്പോൾ ചായ കുടിക്കാൻ കേട്ടോ. ക്ലാസ് കയറുന്നു എപ്പോഴായാലും ഇങ്ങനെ തന്നെയല്ലേ. ഞാനെനിക്ക് കാര്യം ചെക്കുന്ന ലാസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ എന്താ പറയാനുള്ളത്? സാഡ് ഡേ. എന്തിന് അനക്കുണ്ടാവില്ലേ? കിടക്ക് സ്നേഹമില്ലല്ലോ. എനിക്ക് തീരെ സ്നേഹം. 2 വാക്ക് പറയുക. ഒന്നും അറിയല്ലേ. അപ്പൊ ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഞാൻ വേണ്ടിയിരുന്നല്ലേ. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വന്നോ. ഓർഡർ എടുക്കും. ചേച്ചി ചായ. ഒരു ചായ മതിയാ? എനിക്ക് ചായ രാവിലത്തെ ചായ. നീ എന്താ ചായ കുടിക്കാത്തെ? ഞാൻ വീട്ടിൽ നിന്ന് 10 എന്റെ വീട്ടിൽ കടി ഉണ്ടാക്കുന്ന ആളാണ് ഞാനാ. പക്ഷെ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. നീ കഴിക്കാൻ നന്നായി. കാരണം ചെയ്ത് ഇനി ഇന്നലെ 6:30 പറഞ്ഞു. അതിന് ഞാൻ സാധനം അസൂയ, കുശുമ്പ്, കുന്നായ്മ ഇവ കേൾക്കാൻ വേണ്ടിയിട്ട് അഖില എൻ്റെ ഐശ്വര്യനെ മീറ്റ് ചെയ്യേണ്ടതാണ്. എന്റെ കടബാധയിലൂടെ ലിസ്റ്റ് എന്ത് വേണമെന്ന് ശരിക്കും ക്ലാസ് വരുന്നുണ്ട്. ഇതുവരെ ആയിട്ട് ഒന്നും ചെയ്ത് നോക്കില്ല. ഫസ്റ്റ് ടൈം ബുക്ക് കാണുന്നവരുടെ അവസ്ഥ. നിങ്ങൾ വേറെ എന്തെങ്കിലും കൊണ്ടുവരൂ. ക്ലാസ് ടൈമിൽ കുറിക്കാൻ വല്ലതും വാങ്ങാം. മുട്ട മിച്ചറാ ആണ് നമ്മുടെ ബിൽഡിങ്. ആദ്യം കാണിച്ചത് എന്താ പറയുക, നമ്മുടെ ഓൾഡ് ബിൽഡിംഗ് ആണ്. ഇത് ന്യൂ ബ്ലോക്കാണ് കേട്ടോ.
ഇതിൽ കൂടെ ഒരു ഇടവഴി ഉണ്ട്, ഇടവഴി താണ്ടി പോണം. പാലം നദി സുഹൈൽ സാറിന്റെ ക്ലാസ് ചോദിക്കണെങ്കിൽ ശരിക്കും എന്തിനാ ക്ലാസ്സിനല്ല, ഞാൻ പഠിക്കാനായിരുന്നു. അതെ അതെ കറക്റ്റ്. അങ്ങനെ നമ്മൾ നമ്മളുടെ സാമ്രാജ്യത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. സിസ്റ്റം തുറക്കാൻ പോലും അറിയില്ല. ഒക്കെ മറന്നു വേടാ, ഒക്കെ മറന്നോ? സിസ്റ്റം തുറക്കാനൊക്കെ മറന്നു. ക്ലാസ് ചെന്ന പാടൻ എന്നത്തെ കുറച്ച് വർക്ക് പെൻഡിങ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തതിൻ്റെ ശേഷം നമ്മൾക്ക് കുറച്ച് നേരം ബ്രേക്കൊക്കെ കിട്ടിയിട്ട് ആ ബ്രേക്കിൽ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി അത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സാറ് കുറച്ച് പ്രകടനങ്ങളായിട്ട് നിങ്ങൾ കാണുന്നത്. ചേച്ചി ചൂടായി പോയിട്ടുള്ളൂ. വേസ്റ്റ് കവറൊക്കെ വേസ്റ്റ് ബിന്നിൽ ഇട്ടാ ഇതെന്താ ചെയ്യാ? ഫുഡ് കഴിക്കാൻ പോവാ. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വിശന്ന് പെട്ടാറാണെങ്കിൽ ഞങ്ങൾ വിശക്കാൻ പോകുന്ന കാഴ്ച കാണാൻ പോകുന്ന പറയാം. ഫുഡ് കഴിക്കാൻ പോകും, പിന്നെ അത് ബാക്ക് ക്യാമറ. എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഒരാൾ ക്ലാസ്സിന് വന്നിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് കിടന്നുറങ്ങി. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. സാധാരണ അവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവാറാണ്. ഇന്നത്തെ ബിരിയാണീൻ്റെ അവസ്ഥ തീരെ പരിതാപകരമായിരുന്നു. തീരെ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. ബിരിയാണി മുബഷിറ, എനിക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടടാ. ഫോട്ടോ എടുക്കാനായിട്ട് ഈ കാസർഗോഡ് നിന്ന് ഇവിടെ വരെ വണ്ടി വിളിച്ച് വന്നിക്കല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിലെ രാജകുമാരിയാണ് കേട്ടത്. കാരണം അവളെ കയ്യിൽ മാത്രം ഐഫോണുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അവളെ നോട്ടിട്ട് നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാം. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ലാസ്റ്റ് ആവില്ല, നമ്മൾ പിന്നെയും കാണും. ബട്ട് ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ്. സങ്കടം ഉണ്ടോ? എപ്പില്ല, ഫുഡ് കഴിച്ചതുകൊണ്ട് ഇല്ല. അയ്യോ അമ്മക്കാന്ന് പറഞ്ഞോളൂ. എല്ലാരും ഇങ്ങനെ എടുത്താൽ മതിയാ? എല്ലാരും ഇങ്ങനെ എടുക്കാല്ലേ? ആശ്രേ നോക്ക്. ഫോട്ടോ എടുക്കാൻ വേറെ എവിടെ സ്ഥലമില്ലാത്ത പോലെ റെയിൽപാളത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കും. മുബഷിറേ പൽദേശി നാളെ റെയിൽവേ പാളത്ത് വന്ന് 2 ബോഡി കിട്ടുകയാണെങ്കിൽ അത് വീഡിയോ കണ്ണാടി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളൊന്നും ആർക്കും പറ്റൂല. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ദിവസം ഫുള്ള്. അപ്പം ഇനി ഇങ്ങനെ ഒരു ദിവസം ഇനി ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവൂല. അപ്പം വീഡിയോ കാണാം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.